സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങളും ഞാനുമൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് പ്രശസ്ത കവി ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറയുകയാണ്, എനിക്ക് കേരളീയ സമൂഹം തന്ന അംഗീകാരവും മറ്റും മതിയായി. കാരണം ഞാൻ അംഗീകാരങ്ങളെക്കൊണ്ട് വീർപ്പ് മുട്ടിയിരിക്കുകയാണ്. ശരിയാണ്, ആ ഒരു തൃപ്തി അല്ലെങ്കിൽ ആ ഒരു നിറവ് അഭിനന്ദനം അർഹിക്കുന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാട് കേരളീയ സമൂഹത്തിൻ്റെ അംഗീകാരം കവി എന്ന നിലയിൽ നേടിക്കഴിഞ്ഞത് വാസ്തവം തന്നെ. മൂന്നാംകിട ടെലിവിഷൻ സീരിയലുകളിൽ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും നമ്മളൊക്കെ കണ്ടതാണ്. തൻ്റെ കവിതയുടെ ദർശനവും അല്ലെങ്കിൽ ചിന്തയുമൊക്കെ മൂന്നാംകിട സീരിയലിലെ അഭിനയവുമായി എങ്ങനെ യോജിക്കുന്നുവെന്ന് ചുള്ളിക്കാട് ആലോചിച്ചിട്ടുണ്ടോ എന്ന് സംശയിച്ചു പോകുന്നു. ഏതായാലും ചുള്ളിക്കാടിൻ്റെ പ്രസ്താവന നന്ന്. അംഗീകാരം അല്ലെങ്കിൽ വീർപ്പ് മുട്ടിക്കലൊക്കെ കേരളീയ സമൂഹം നിർത്തുന്നത് നന്നായിരിക്കും. മുമ്പ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിങ്ങളും ഞാനുമൊക്കെ ഒരു സാഹിത്യ സമ്മേളനത്തിലോ അനുമോദന യോഗത്തിലോ ആണ് ഒരു പ്രായം ചെന്ന ഒരു വ്യക്തി ചോദ്യോത്തര പന്തി കണക്കെ ചോദിക്കുകയാണ് ഒരു വേദിയിൽ വെച്ച് ചുള്ളിക്കാടിനോട്, കവിതയിൽ താങ്കൾ ശ്രദ്ധിക്കാത്തതെന്ത്? തുടർന്നും നല്ല കവിതകൾ താങ്കളിൽ നിന്നും കേരളീയ സമൂഹം പ്രതീക്ഷിക്കുന്നുവെന്നൊക്കെ. അപ്പോൾ ക്ഷോഭത്തോടുകൂടി ആ പ്രായം ചെന്ന മനുഷ്യനെ ശാസിക്കുന്നൊരു ചുള്ളിക്കാടിൻ്റെ രൂപം നിങ്ങളും ഞാനുമൊക്കെ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ കേരളീയ സമൂഹം കാണുന്നു, കേൾക്കുന്നു. ഏതായാലും നല്ലൊരു തീരുമാനമാണ് ശ്രീ ചുള്ളിക്കാട്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ.